ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ അതിൻ്റെ ബേസിക്സ് ഒക്കെ ആയിരുന്നു പറഞ്ഞപ്പോൾ ഇന്നിപ്പം ഈ ടോപ്പിക്ക് മുതൽ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് കയറുകയാണ്. നമ്മൾ ആദ്യം പഠിക്കാനുള്ള കൂളംസ് ലോ ആണ്. ഇന്നലെ ഒരു ഇൻട്രഡക്ഷൻ പോലെ തന്നിരുന്നു. അപ്പം ഇവിടും തൊട്ട് എഴുതിയെടുത്തോളൂ, കൂളംസ് ലോയുടെ കൺസെപ്റ്റ് എഴുതിയെടുത്തോളൂ, നോക്കിയോളൂ. അപ്പം കൂളംസ് ലോയെ പറ്റി ഓൾറെഡി ഇന്നലെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ഞാൻ തന്നിരുന്നു. കൂളംസ് ലോ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഡേബ്രിയ ഓക്കെ ആണല്ലോ? അഭിരാം, ലോവിസ് ഒക്കെ ഓക്കെ ആണല്ലോ? ഏബൽ, എഞ്ചലീന? അപ്പം അടുത്തത് കൂളംസ് ലോ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക്, കൂളംസ് ലോ. അപ്പം കൂളംസ് ലോ പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു Q1 Q2 എന്ന് പറയുന്നൊരു ചാർജ് ഇങ്ങനെ വരയ്ക്കുക. ഇത് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R എന്നെടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവും ആകാം, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി നെഗറ്റീവ് ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ് ആൻഡ് ദിസ് വിൽ ബി, അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പം പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നും, നെഗറ്റീവും ആണ് ഇതിനിടയ്ക്ക് റിപ്പൾസീവ് ഫോഴ്സ് ആണെന്നും, പോസിറ്റീവ് ആണെങ്കിലും റിപ്പൾസീവ് ഫോഴ്സ് ആണെന്നും മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ പടം വരച്ചിട്ട് നിങ്ങൾ ഇത് എഴുതാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ or repulsion between two charges separated by a distance r is directly proportional to the product of magnitude of two charges and inversely proportional to square of distance between them. Square of distance between them. ഓക്കെ ആണല്ലോ? ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ രണ്ട് ചാർജ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ സെയിം ചാർജ് ആണെങ്കിൽ അവിടെ റിപ്പൾഷൻ ഉണ്ടാവും, ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം അത് തൊട്ടടുത്ത് വരണമെന്നൊന്നുമില്ല അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടാൻ വേണ്ടി. എന്താ, കുറച്ച് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അടുത്ത് വന്നാൽ തന്നെ അതിൻ്റെ റിപ്പൾസീവ് അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ചുറ്റിനും ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ ഫീൽഡുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണോ അപ്പോൾ തൊട്ടായിരിക്കും റിപ്പൾസീവ് ഫോഴ്സും അട്രാക്റ്റീവ് ഫോഴ്സും അനുഭവപ്പെടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2. Q1 Q2 എന്ന് പറയുമ്പോൾ ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും. ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയും ഇതിനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അവിടെ നിന്ന് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഞാൻ ഈ Q1 Q2നെയും ഞാൻ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എഫ് ഇൻ മീഡിയം എന്നെടുക്കാം. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ കെയുടെ വാല്യൂ 1/4π എപ്സിലോൺ എന്നാവും Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇനിയും ഞാൻ ഈ രണ്ട് ചാർജിനെയും എയറിൽ വെച്ചിട്ടാണ് ഈ അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സിനെ പറ്റി പഠിക്കുന്നതെങ്കിൽ എഫ് എയർ ഓർ എഫ് വാക്കം എന്ന് വേണമെങ്കിലും എഴുതാം. എഫ് വാക്കം. അപ്പോൾ എന്താ, 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ എന്താ, ആർ സ്ക്വയർ. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതിൽ നമ്മൾ ജനറലി ചെയ്യുന്നത് ഇതാണ്. ഈ എഫ് എയർ ആണ്. അതിനെ സിമ്പിളി ഇങ്ങനെ എഴുതാറുള്ളൂ: എഫ് ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാറുള്ളൂ. ഇത് മീഡിയവും അല്ലെങ്കിൽ എയറും കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ തന്നതാണ്. നമ്മൾ ജനറലി ഇതുകൊണ്ട് ഇങ്ങനെ എഴുതാറുള്ളൂ.
ഓക്കെ, കാരണം നമ്മളെപ്പോഴും എയർ വെച്ചിട്ടാണല്ലോ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത്, എപ്സിലോൺ എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയമാണ്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മീഡിയത്തിനകത്തൂടെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇപ്പം നമ്മളിപ്പം എയറിൽ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോഴത്തേക്കും എയറിനകത്തൂടെ ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ എയറിനകത്തൂടെ കടന്നു പോകണമല്ലോ. അപ്പം എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആ എയറിനകത്തൂടുള്ള ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നതിനെ തടയുന്ന ഒരു അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പെർമിറ്റിവിറ്റി. അതായത് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാത്ത ഒരു ടെൻഡൻസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒപ്പോസ് ദ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദ മീഡിയം. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ അതെന്തിനാണ് അപ്പം ആ ഒപ്പോസ് ചെയ്യുന്ന ആ ഒരു ടേം എന്തിനാണ് ഈ ഇക്വേഷനകത്ത് വന്നത്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്? ഒപ്പോസ് ചെയ്യുന്നത് ഇവിടെ ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1/ε0 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. ε0 ന്യൂമറേറ്ററിൽ വന്നായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇക്വേഷന് അർത്ഥമില്ലാതെ വന്നേനെ. കാരണം ε0 എന്ന് പറയുമ്പം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തി വിടാത്തൊരു ടെൻഡൻസിയാണ് ഇല്ലേ? അപ്പം പെർമിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ന്യൂമറേറ്ററി വരുവാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നതിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഫോഴ്സ് ഉണ്ടാകത്തില്ല. കാരണം ഇതിനകത്തൂടെ പോകുന്ന ആ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നു? അത് നന്നായിട്ട് തടയുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അതെന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ആ ഫോഴ്സിന് വാല്യൂ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1/ε0 ആണ്. കണ്ടോ, 1/ε0 ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം പെർമിറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഓർത്തോണം. അത് വേണമെങ്കിൽ ജസ്റ്റ് സൈഡിലോട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് എഴുതിയിട്ടേക്കണം. അതായത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയുമ്പോഴത്തേക്കും ഒപ്പോസസ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദ മീഡിയം. അതായത് ഇത് രണ്ടും ഒപ്പോസസ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ മീഡിയം. ഒരു മീഡിയത്തിന് അത് എയർ ആയിക്കോട്ടെ വേറെ ഏതൊരു മീഡിയം ആയിക്കോട്ടെ അതിനകത്തൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവിടെ ആ ഒപ്പോസിഷൻ നടക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1/ε0 എടുക്കുന്നുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എയർ ആണെന്നുണ്ടെങ്കിൽ ε0 ആയിട്ട് മാറും. ഓക്കെ, അതായത് മീഡിയം ആണെങ്കിൽ എപ്സിലോൺ എന്നും എയർ ആണെങ്കിൽ ε0 എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അതെന്താണെന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി ε0 വാല്യൂ ഉണ്ട്. എപ്സിലോൺ എന്ന് പറയുമ്പോൾ ഓരോ മീഡിയത്തിനനുസരിച്ച് മാറും. പക്ഷേ ε0 എന്ന് പറയുമ്പോൾ എന്താ, എയറിൻ്റെ പെർമിറ്റിവിറ്റി ആയതുകൊണ്ട് അത് ഫിക്സഡ് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതിൻ്റെ വാല്യൂ 8.854 × 10⁻² കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആയിരിക്കും. കാണാതെ പഠിച്ചോണം. ഇനി നമുക്ക് ന്യൂമറിക്കലൊക്കെ ചെയ്യാൻ വേണ്ടി അടുത്ത ചാപ്റ്ററിനകത്ത് ഇതിൻ്റെയൊക്കെ ന്യൂമറിക്കൽ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ 1/4πε0 മൊത്തത്തിലുള്ള വാല്യൂ ഓൾറെഡി കാണാതെ പഠിച്ചങ്ങ് വെച്ചേക്കണം. അത് 9 × 10⁻⁹. ഈ യൂണിറ്റ് നേരെ തിരിയും. എപ്സിലോൺ നേരെ മുകളിൽ പോകുമല്ലോ. എപ്സിലോൺ മുകളിലുള്ളപ്പോഴാണ് കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് വരുന്നത്. എപ്സിലോൺ താഴെ വരുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്നാവും. ചോദിച്ചോ ഏബൽ പറഞ്ഞോളൂ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, എന്തിനും എഴുതാനുണ്ടെങ്കിൽ ചോദിച്ചോ, എവിടെയാണ് പറഞ്ഞു തരേണ്ടതെന്നുള്ളത് പറഞ്ഞോളൂ. ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ എഴുതി തരുന്നത്. അപ്പോൾ നിങ്ങളത് എഴുതിയെടുക്കുക ക്ലിയർ ആയിട്ട്. Excuse me, sir. പറഞ്ഞോളൂ. Isn't it 8.854 × 10⁻²? I'm not sure. -12. Sorry. It's not -2, it's -12. Okay ആണോ? Yes, sir. ഓക്കെ, അത് -12 ആണ്. അത് പ്രത്യേകിച്ച് എഴുതി വെക്കണം. ഞാൻ എന്തോ 1 എഴുതാൻ വിട്ടുപോയി. -12 ആണ്. ഓക്കെ ആണോ? ഡേബ്രിയ ഇപ്പോൾ പറഞ്ഞു ഓക്കെ ആണോ ഇത്രയും വരെ? Yes, sir. ഏഞ്ചലീന ഓക്കെ ആണോ? ഏഞ്ചലീന ലോവിസ്? Yes, sir. Yes. ഓക്കെ,
അഭിരാം ഓക്കെ ആണോ അഭിരാമേ? Yes, sir. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. റിലേറ്റീവ് ഒരു ഹെഡിങ് പോലെ കൊടുത്തോളൂ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എപ്സിലോൺ ആർ ആണ്. എപ്സിലോൺ ആർ ക്യാൻ ബി റിട്ടേൺ ആസ് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ. ഇതാണ് നമ്മുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്താണ്? എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എന്താണ്? എയർ. അതാണ്, അല്ലെങ്കിൽ വാക്യൂം അല്ലേ? അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഇത് ഓൾറെഡി നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം അത് ഞാൻ താഴോട്ട് എഴുതുന്നില്ല കേട്ടോ. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എന്താണ്? എയർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ എപ്സിലോണിൻ്റെ ടേംസിൽ ഇതിനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. എപ്സിലോൺ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് എഴുതാമല്ലോ. നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് ആ മീഡിയത്തിൻ്റെ കൂളംബിക് ഫോഴ്സിൻ്റെ ഇക്വേഷനകത്തൊന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. നമുക്കറിയാം വി ഹാവ് എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. അപ്പോൾ ഞാൻ ഈ എപ്സിലോൺ ഈ ഒരു ടേമിന് പകരം ഇതേണ്ട എപ്സിലോണിൻ്റെ വാല്യൂ ഇതേണ്ട ഇവിടോട്ട് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് മീഡിയം നമുക്ക് എന്താവും? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോണിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R². ഞാൻ ഒരു പോർഷൻ റൗണ്ട് ചെയ്ത് കാണിക്കാം. ഇതെന്താണെന്ന് നിങ്ങൾ പറയണേ. അതായത് ഇത്രയും എന്തിൻ്റെ ഇക്വേഷനാണ്? 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 ബൈ R². ഇത്ര എന്തിൻ്റെ ഇക്വേഷനാണ്? ആരെങ്കിലും ഒരാൾ പറയാമോ? പറഞ്ഞോളൂ. കൂളംബിക് ഫോഴ്സ്. അത് എന്തിൻ്റെയാ? എങ്ങനെ? എവിടെ? എയർ. എയറിലുള്ളത്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതത്തില്ലയോ? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു ഈ റെഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തതിനെ നമുക്ക് എഫ് എയർ ആയിട്ട് കൊടുക്കാം. താഴെ പിന്നെ ആരുണ്ട്? എപ്സിലോൺ ആറുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ രണ്ട് മീഡിയത്തിൻ്റെ അല്ലെങ്കിൽ എയർ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെയും വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെയും ഫോഴ്സുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് രണ്ടിത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കണം. എഴുതി കഴിഞ്ഞായിരുന്നോ? നോട്ട് ചെയ്തോ? നോട്ട് ഓൺ ചെയ്തോ? അപ്പം അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. ആരെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് അത് എഴുതിയെടുത്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഞാനിപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പോൾ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ. അപ്പം അടുത്ത ടോപ്പിക്ക് നമുക്ക് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ ആണ്. ശരിക്കും നമുക്കിപ്പം ഈ ഒരു ഇക്വേഷൻ കൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ R². ഇതിന് ക്യൂയുടെ വാല്യൂ കൊടുത്തു, ഈ Q1ൻ്റെ വാല്യൂ കൊടുത്തു, Q2ൻ്റെ വാല്യൂ കൊടുത്തു, ആറിൻ്റെ വാല്യൂ കൊടുത്തു, എപ്സിലോൺ 0യുടെ വാല്യൂ കൊടുത്തു. അല്ലെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി 9 × 10⁹ കൊടുക്കുമ്പോൾ നമുക്ക് എഫിന് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് മസ്റ്റ് ഹാവ് എ ഡയറക്ഷൻ ടു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും കൂടെ ചേർത്ത് നമുക്ക് കൂളംബിക് എക്സ്പ്രഷനകത്ത് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ ആ കൂളംബിക് എക്സ്പ്രഷനെ എങ്ങനെ നമുക്ക് വിത്ത് ഡയറക്ഷൻ പറയാം. അതാണ് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ. അതാണ് അടുത്ത ഹെഡിങ് വരുന്നത്. നോക്കിക്കോളൂ. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. അപ്പം അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വെക്റ്റർ ഫോമിൽ ഒരു വെക്റ്ററിന് ഉറപ്പായിട്ടും മാഗ്നിറ്റ്യൂഡ് കാണും പ്ലസ് ഡയറക്ഷനും കാണും. നമ്മൾ പണ്ടൊക്കെ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഒരു എ എന്ന് പറയുന്ന വെക്റ്ററിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു
യൂണിറ്റ് വെക്റ്റർ എ ക്യാപ്പ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ മോഡുലസ് ഓഫ് വെക്റ്റർ എ, ആ വെക്റ്റർ എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരികയും ഈ യൂണിറ്റ് വെക്റ്റർ, അതായത് ഇത് എ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്ററാണ്, യൂണിറ്റ് വെക്റ്റർ അതിൻ്റെ ഡയറക്ഷൻ തരികയും ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു ഏതൊരു വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡുലസ് ഓഫ് വെക്റ്റർ ഇൻറ്റു എന്താണ്, എ ക്യാപ്പാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് കൂളംബിക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സിൻ്റെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിലോട്ട് മാറ്റാം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ജസ്റ്റ് ഒരു ഡയഗ്രം വരയ്ക്കുകയാണ്. Q1 Q2. അപ്പം ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ 6 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയോ, ഈ Q1 രണ്ടും പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ Q1 ഈ Q2ൻ്റെ മണ്ടയ്ക്ക് ദണ്ട് ഈ ഡയറക്ഷനിലോട്ടല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ഓൺ 2/1. കാരണം 1 ദണ്ട് ഈ Q1 എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ Q2ൻ്റെ മണ്ടയ്ക്ക് Q1 കൊടുക്കുന്ന ഫോഴ്സ് F21, അതായത് ഫോഴ്സ് ഓൺ 2/1 എന്നാണ് ഇതിനർത്ഥം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നറിയാം നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ R21 എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അത് ഈ ഡയറക്ഷനാണ്, കണ്ട ഈ ഡയറക്ഷനാണ് നമ്മൾ, ഇതാണല്ലോ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് അവർ തമ്മിലുള്ളത്. അപ്പോൾ R21 എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് അത് നമ്മൾ എടുക്കുക. ഓക്കെ ആണല്ലോ. സിമിലർലി ഇവിടെ നോക്കിക്കോളൂ, Q1ൻ്റെ മണ്ടയ്ക്ക് അറ്റ് ദ സെയിം ടൈം Q2വും ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കും ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട്, അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം, അതിനെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടായിരിക്കും ആ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അത് ഫോഴ്സ് ഓൺ 1 ചാർജ് 1/2. അത് ഏത് ഡയറക്ഷനിലായിരിക്കും, അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഡയറക്ഷനിലായിരിക്കും. അതിനെ നമുക്ക് R12 എന്ന് തന്നെ എടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി ആ ഡയറക്ഷനാണ് ഇതാണ് ആ ഡയറക്ഷൻ. R12ഉം R21ഉം ആണ് ശരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അപ്പം വെക്റ്റർ പറയുമ്പം അതിൻ്റെ ഡയറക്ഷൻ കൂടെ ചേർത്ത് വേണമല്ലോ പറയാൻ. അപ്പോൾ ആ കൂളംബിക് ഫോഴ്സിൻ്റെ ഇക്വേഷനകത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. യു ഹാവ് ടു ഡ്രോ ദീസ് ഫിഗർ കേട്ടോ. ഇത് നിങ്ങൾ വരയ്ക്കണം, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരച്ചു പോകണം. അപ്പം നമുക്കറിയാം ഫോഴ്സ് ഓൺ 2/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R എന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ആ കൃത്യം R21 എന്ന് തന്നെ എടുക്കുക. ഇവിടെ F21 എഴുതുവാണെങ്കിൽ ഇവിടെ അത് തന്നെ എഴുതിയാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇൻറ്റു ഇതിപ്പോൾ മാഗ്നിറ്റ്യൂഡേ ആയുള്ളൂ. ഇൻറ്റു എന്താ, അതിൻ്റെ യൂണിറ്റ് വെക്ടർ R21 ക്യാപ്പ് എന്ന് എഴുതുക. കാരണം R21ൻ്റെ ഡയറക്ഷനല്ലേ പോകുന്നത്. അപ്പോൾ R21 ക്യാപ്പ് നമ്മൾ തൊട്ട് മുകളിൽ A × A ക്യാപ്പ് എന്ന് എഴുതിയ പോലെ തന്നെ ജസ്റ്റ് ഇതിപ്പോൾ മാഗ്നിറ്റ്യൂഡാണ്. അതായത് ഈ മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എഴുതിയ സാധനമാണ് ഇത്രയും. പിന്നെ എ ക്യാപ്പ് എഴുതുന്നതിന് പകരം എഴുതിയ സാധനമാണിത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനുമായി, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനുമായി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അതേ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തെടുക്കേണ്ടി വരും, F12 ഫോഴ്സ് ഓൺ 1/2 സെയിം ഇക്വേഷൻ തന്നെയാണ്. 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പം R12 ഇൻറ്റു എന്താണെന്ന് എഴുതാം, R12 ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, F12 എന്ന് പറയുന്നത് നെഗറ്റീവ് F21 ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചോണം. കാരണം എന്താണെന്നറിയോ, അതെങ്ങനെ അങ്ങനെ വന്നതെന്നറിയാമോ. അതായത് R12 എന്ന് പറയുന്ന ഡയറക്ഷൻ R21 എന്ന് പറയുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. അത് ഈക്വലാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും F12 എന്ന് പറയുന്നത് നെഗറ്റീവ് F21 ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. ഹെൻസ് ഇറ്റ് ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതാണ് വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഇങ്ങനെ എഴുതിയാൽ മതി. സിംപിളി എഴുതുവാണെങ്കിൽ F ഇങ്ങനെ എഴുതാം. നമുക്ക് സിംപിളി എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ F 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R ഇൻറ്റു R ക്യാപ്പ്. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അവിടെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചുമ്മാ R12 എന്നും R21 എന്നും ഒക്കെ ഇട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണോ? മനസ്സിലായോ? എങ്ങനെയുണ്ട്? ഡേബ്രിയ പറഞ്ഞു, എങ്ങനെയുണ്ട്? മനസ്സിലായോ?
Yes, sir. ഓക്കെ. നമ്മുടെ ഏഞ്ചലീന. Yes, sir. മനസ്സിലായി. ഓക്കെ. ലോവിസ്, അഭിരാം, അതേപോലെ ഏബൽ. Yes, sir. Yes, sir. ഓക്കെ ഓക്കെ. അഭിരാം സാർ ഒന്ന് പറഞ്ഞല്ലോ. ഏതാ നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ആ വെക്ടർ ഫോമിൽ എഴുതുന്നത്. ആ വെക്റ്റർ ഫോമിൽ എഴുതുന്നതെന്ന് പറയുമ്പം അതായത് നമുക്കിപ്പം രണ്ട് ചാർജ് ഉണ്ട്, Q1 Q2, Q1ഉം Q2ഉം. ഓക്കെ. അപ്പോൾ രണ്ടും സെയിം ചാർജ് ആണെങ്കിൽ ഈ Q1 Q2ൻ്റെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിലോട്ടല്ലേ ഫോഴ്സ് കൊടുക്കുക? ആണോ അഭിരാമേ? അതെ അതെ. ഓക്കെ. അഭിരാം മൈക്ക് ഓണാക്കി വെച്ചോ. അഭിരാമിനോടാ ചോദ്യം. അതെ. അപ്പം ഈ അപ്പം അതിനെ നമുക്ക് ഫോഴ്സ് ഓൺ 2/1 എന്ന് കൊടുക്കാം, ഈ ഡയറക്ഷനിലോട്ടായിരുന്നു. അതായത് രണ്ടാമത്തെ ചാർജിൻ്റെ മണ്ടയ്ക്ക് ഒന്നാമത്തെ ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് ഓൺ 2/1 F21. ഓക്കെ. ഓക്കെ. അത് കൊടുക്കുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷനിലല്ലേ ആ ഫോഴ്സ് വരുന്നത്. അപ്പോൾ ആ ഡയറക്ഷനെ നമ്മൾ R21 എന്ന് അങ്ങ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ എന്താണോ എടുത്തത് അത് തന്നെ താഴോട്ടും അങ്ങ് എടുക്കുകയാണ്. ഓക്കെ. ഓക്കെ. അതേപോലെ തന്നെ ഈ Q2 ഈ Q1ൻ്റെ മണ്ടയ്ക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടല്ലേ. അതിനെ നമുക്ക് ഫോഴ്സ് ഓൺ 1/2 എന്നിങ്ങനെ എഴുതാം. ആണോ? അതെ. അത് ഉണ്ടാകുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. അതിനെ നമുക്ക് R12 എന്ന് എടുക്കാം. കാരണം ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് R ആണ്. അതിൻ്റെ ഡയറക്ഷൻ കൂടെ ചേർത്ത് പറയുന്നതുകൊണ്ടാണ് R21ഉം R12ഉം എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനറലി കൂളംബിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ F = 1/4πε0 Q1 Q2 R ആണ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്ന സമയത്ത് അപ്പോൾ ഇതിപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാലോ കഴിഞ്ഞ R² സാർ. R². അപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മളിവിടെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ എന്താണ് ഡയറക്ഷനും കൂടെ. അപ്പം ഇതിപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളൊരു വെക്ടറിനെ എ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ ഇങ്ങനെ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. മോഡുലസ് ഓഫ് വെക്ടർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ക്യാബ്. മോഡുലസ് ഓഫ് വെക്ടർ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തരുന്നു, യൂണിറ്റ് വെക്ടർ അതിൻ്റെ ഡയറക്ഷൻ തരുന്നു. ഇപ്പം നമ്മൾ ഇത്ര ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഏത് ഡയറക്ഷനിലാണെന്നും കൂടെ കൊടുക്കണം. അതുകൊണ്ടാണ് R ക്യാപ്പ് കൊടുക്കുന്നത്. അതപ്പം സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് F21ൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? 1/4πε0 Q1 Q2 R12² ഇൻറ്റു R12 ക്യാപ്പ് എന്നും, അതേപോലെ തന്നെ F12നെ നമുക്ക് 12 തിരിഞ്ഞു പോയല്ലോ, സോറി. അതായത് എവിടെയാണോ ഇവിടെ 21 എടുക്കുകയാണെങ്കിൽ ഇവിടെയും 21 എടുക്കുക, ഇവിടെയും 21 എടുക്കുക. അതേപോലെ ഇവിടെ 12 എടുക്കുകയാണെങ്കിൽ 1/4πε0 Q1 Q2 R12² ഇൻറ്റു R12 ക്യാപ്പ്. നേരത്തെ ഞാൻ ഇട്ടതിനകത്ത് ഈ ക്യാപ്പ് ഇട്ടില്ലായിരുന്നു, അല്ല സ്ക്വയർ ഇട്ടില്ലായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്യാമോ? കുഞ്ഞുങ്ങളെ ഇവിടെ ഒരു സ്ക്വയർ കൂടെ ഉണ്ടായിരുന്നു, ഞാനത് ഇട്ടില്ലായിരുന്നു കേട്ടോ, താഴെ കേട്ടോ. അത് ശ്രദ്ധിച്ചോണേ കുഞ്ഞുങ്ങളെ. ഡേബ്രിയ ഓക്കെ നോക്കിക്കോണേ, അത് ശ്രദ്ധിച്ചോണേ ഡേബ്രിയ. ഓക്കെ. അപ്പം Q1 Q2 R21² എന്നും കൂടെ ഉണ്ട്. R21² ഇൻറ്റു R21 ക്യാപ്പും R12 ക്യാപ്പും ആണേ. അത് ശ്രദ്ധിച്ചോണം, കാരണം ഞാൻ ആ സ്ക്വയർ ഇടാൻ വിട്ടുപോയി കേട്ടോ. അതാണോ അഭിരാമിന് സംശയം വന്നേ? ഓക്കെ ഫൈൻ. ഗുഡ്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യണം, കാരണം രണ്ടിടത്തും ഫൈനൽ തന്നെ ഇങ്ങനെയാണ് വരുന്നത് R21². അപ്പോൾ അവിടെയും നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം. എന്താണ് നമുക്കറിയാം, R21ൻ്റെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് R21 വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇടാം. അതുകൊണ്ട് തന്നെ ആ ഫോഴ്സിൻ്റെ ഇക്വേഷനകത്തും F21 = -F21 എന്ന് എഴുതാൻ പറ്റും. അപ്പം അതെന്താ, അത് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേസ് എന്നെടുക്കാം. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്തത് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഞാനങ്ങ് തരാം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഞാനതങ്ങ് തരാം. ഇലക്ട്രോസ്റ്റാറ്റിക്, അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡ്യൂ ടു
ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ഞാൻ Q1 എന്ന് പറയുന്ന ചാർജിനെ സെൻട്രൽ, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റാണ്, ഈ പോയിന്റിൽ അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു R12 ദൂരത്തിൽ Q2 ചാർജിനെയും അവിടെ നിന്ന് ഒരു R13 ദൂരത്തിൽ ഡിസ്റ്റൻസിൽ Q3 ചാർജിനെയും അവിടെ നിന്ന് ഒരു R14 ദൂരത്തിൽ ഞാനൊരു Q4 ചാർജിനെയും അവിടെ നിന്ന് ഞാനൊരു R15 ദൂരത്തിൽ Q5 ചാർജിനെയും, ഇനി ഞാൻ ജസ്റ്റ് ജനറലി ഒരു nth ചാർജ് എന്നങ്ങ് എടുക്കുകയാണ്, ലാസ്റ്റ് ഏതോ ഒരു ചാർജ് nth ചാർജ് Qn ചാർജിനെ ഞാൻ R1n ഡിസ്റ്റൻസിലുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഇവനും തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, ഇവനും തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, ഇവനും അതായത് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ടെന്ന് കരുതുക. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയാമോ, ഈ തിരിച്ചുള്ളത്, അതായത് ഇപ്പോൾ Q1 Q2ൻ്റെ മണ്ടയ്ക്ക് ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്, Q1 Q3യുടെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, Q1 Q4ൻ്റെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. രണ്ടും എല്ലാം സെയിം ലൈക്ക് ചാർജസ് ആണ്. Q1 Q5ൻ്റെ മണ്ടയ്ക്കും ഈ ഡയറക്ഷനിൽ, Q1 Qnൻ്റെ മണ്ടയ്ക്കും ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതല്ല കണ്ടുപിടിക്കുന്നത്, എനിക്ക് ടോട്ടൽ തിരിച്ചുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് Q2 Q1ൻ്റെ മണ്ടയ്ക്ക് എത്ര ഫോഴ്സ് കൊടുത്തു, Q3 Q1ൻ്റെ മണ്ടയ്ക്ക് എത്ര ഫോഴ്സ് കൊടുക്കുന്നു, Q4 അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ, കാരണം നടുക്കുള്ളത് Q1 ആണ്. അപ്പം ഇവരെല്ലാവരും ഈ Q1ൻ്റെ മണ്ടയ്ക്ക് ഒരു കൂളോംബിക് ഫോഴ്സ്, അല്ലെ അവർ തമ്മിലൊരു കൂളോംബിക് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ, അതായത് ഫോഴ്സ് ഓൺ 1, ഒന്നാമത്തെ എനിക്ക് Q1 ആര് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്, 1/2 ഫോഴ്സ് ഓൺ 1/2. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ് എന്ന് എഴുതാം, വിത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അടുത്തത് Q3 Q1ൻ്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അത് ഒന്ന് എങ്ങനെ എഴുതാം, ഫോഴ്സ് ഓൺ 1/3 എങ്ങനെ എഴുതാം, 1/4πε0 Q1 Q3 ഡിവൈഡഡ് ബൈ R13 സ്ക്വയർ ഇൻറ്റു R13 ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ 1/4 എന്നൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് F1n എന്നങ്ങ് എഴുതുകയാണ് ലാസ്റ്റായിട്ട്. ഈസിക്കൽ ടു 1/4πε0 Q1 Qn ഡിവൈഡഡ് ബൈ R1n സ്ക്വയർ ഇൻറ്റു R1n ക്യാപ്പ് എന്ന് എഴുതാമല്ലോ ലാസ്റ്റ്. അതിനിടയ്ക്കെല്ലാം ഫോഴ്സുകളുണ്ട്, ഞാൻ ജസ്റ്റ് അതിനൊന്നും എഴുതുന്നില്ല. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, F ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, F ടോട്ടൽ ക്യാൻ ബി റിട്ടേൺ ആസ് എന്താണ്, F12 പ്ലസ് ഫോഴ്സ് ഓൺ 1/2 പ്ലസ് ഫോഴ്സ് ഓൺ 1/3 പ്ലസ് ഫോഴ്സ് ഓൺ 1/4 പ്ലസ് എക്സെട്ര അപ് ടു ഫോഴ്സ് ഓൺ 1/nth ചാർജ്, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് ഒന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, F12ൻ്റെ വാല്യൂ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ് പ്ലസ് 1/4πε0 Q1 Q3 ഡിവൈഡഡ് ബൈ R13 സ്ക്വയർ ഇൻറ്റു R13 ക്യാപ്പ്. ഇതിനിടയ്ക്കത്തെ ഒന്നും കൊടുക്കുന്നില്ല, പ്ലസ് എക്സെട്ര അപ് ടു ലാസ്റ്റ് ചാർജ് മാത്രം കൊടുക്കുകയാണ്. 1/4πε0 Q1 Qn ഡിവൈഡഡ് ബൈ R1n സ്ക്വയർ ഇൻറ്റു R1n ക്യാപ്പ് എന്ന് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, കോമൺ ആയിട്ടുള്ള എല്ലാം പുറത്തെടുക്കാം. Q1 എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് Q1 പുറത്തെടുത്തു, 4πε0 കോമൺ ആണ്, അതും പുറത്തെടുത്തു. ബാക്കി എന്തെന്ന് വരും, Q2 ഡിവൈഡഡ് ബൈ R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ് പ്ലസ് Q3 ഡിവൈഡഡ് ബൈ R13 സ്ക്വയർ ഇൻറ്റു R13 ക്യാപ്പ് പ്ലസ് എക്സെട്ര അപ് ടു Qn ഡിവൈഡഡ് ബൈ R1n സ്ക്വയർ ഇൻറ്റു R1n ക്യാപ്പ്. ഇതേ ഉള്ളൂ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സമ്മേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, സിഗ്മ രണ്ടിങ്ങനെ. അപ്പോൾ ഇതിനെ ഈ ആഡ് ചെയ്ത് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. എങ്ങനെയാണെന്നറിയാമോ, നമുക്കിപ്പം ഈ ബ്രാക്കറ്റിനകത്തുള്ളത് എവിടം തൊട്ട് എവിടം വരെ ആഡ് ചെയ്യേണ്ടത്, രണ്ടാമത്തെ ചാർജ് തൊട്ട് nth ചാർജ് വരെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം മാത്തമാറ്റിക്സിലൊരു ഓപ്പറേഷൻ ഉണ്ട്, സമ്മേഷൻ. അതെങ്ങനെയാണെന്നറിയാമോ, Q
Q1 ഡിവൈഡ് ബൈ 4πε0 അവിടെ തന്നെ കിടക്കുകയാണ്. സമ്മേഷൻ അതിന് ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. I = 2 തൊട്ട് I = n വരെ. ദെൻ ഇവിടെ എഴുതുന്ന ആരാണോ അവനെ ആഡ് ചെയ്യണം. ഇവിടെ എഴുതുന്ന ആരാണെന്നറിയാമോ? QI ഡിവൈഡഡ് ബൈ R1I സ്ക്വയർ ഇൻറ്റു R1I ക്യാപ്. ഇങ്ങനെയാണ് അതിനെ ജനറലൈസ് ചെയ്ത് എഴുതുന്നത്. അപ്പം ആ I കിടക്കുന്നിടത്തെല്ലാം ആദ്യം 2 വരും, പിന്നെന്താ Q2 ഡിവൈഡ് ബൈ R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്. പിന്നെ സമ്മേഷൻ്റെ അർത്ഥം എന്തുവാ? പ്ലസ് ഇടുക. അടുത്ത നമ്പർ കൊടുക്കുന്നു Q3 ഡിവൈഡ് ബൈ R13. ഇത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം ഇങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇങ്ങനെ എഴുതിയത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊന്നും വലിയ കാര്യമുള്ളതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പറഞ്ഞോളൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഇച്ചിരൂടെ ചെറുതാക്കൂ. കാണാമോ? സാർ. ദേവ്രിയ മനസ്സിലാവുന്നുണ്ടോ? ഹലോ ദേവ്രിയ. യെസ് സർ. ഓക്കെ. ലോവിസിന് എങ്ങനെയുണ്ട്? ഓക്കെ സർ. എഴുതി സാർ. ഓക്കെ. ഇനിയും നമ്മൾ ഇതിനൊരു പുതിയ ടോപ്പിക്കിലേക്ക് കയറാൻ പോവാണ്. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്ന കേട്ടോ. അതിൽ എഴുതാനുണ്ടെങ്കിൽ പറയാം. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ്. ഹെഡിങ് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന് ചുറ്റിനും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ്, വേറൊരു ചാർജിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു റീജിയനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു Q1 ചാർജ്, ഇതിൻ്റെ ഒരു ഇത്രയും റേഞ്ചിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു ചാർജ് ഈ ചാർജിനെ ജസ്റ്റ് ഇതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? ഈ കൊണ്ടുവരുന്ന ചാർജിൻ്റെ മണ്ടയ്ക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഇപ്പം ഈ ചാർജിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എവിടം വരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ആ പറ്റുന്ന റീജിയനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേഷനറി ചാർജിന് ചുറ്റിനുമുള്ള ഒരു സ്പേസാണ് ശരിക്കും എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ഫോഴ്സ്, ആ ചാർജിൻ്റെ ഫോഴ്സ് മറ്റൊരു ചാർജിന് മണ്ടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എഴുതാം. ദ സ്പേസ് എറൗണ്ട് എ സ്റ്റേഷനറി ചാർജ് where its effect can be detected. ഓക്കെ. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ജനറലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പം ഫോഴ്സാണ്. അതായത് ഒരു ചാർജിൻ്റെ അടുത്തോട്ട് വേറൊരു ചാർജ് കൊണ്ടുവരുമ്പോൾ ഈ ചാർജിന് കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സ്, അതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ E എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എഴുതാം നമുക്കതിനെ: ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് by a unit positive charge placed at that point. സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇതൊരു ചാർജാണ്, ഇതൊരു ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജാണ്. ഇതിൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേഞ്ച് ഇവിടം വരെ ഉണ്ട്. അപ്പം അത് എവിടെ വരെ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫോഴ്സ് ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജിന് കൊടുക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു വളരെ ചെറിയ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ 1 കൂളമ്പുള്ള ചാർജിനെ, 1 കൂളമ്പ് വാല്യൂ ഉള്ള ചാർജിനെ
ഞാൻ വേണ്ട ഇതിനടുത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ കൊണ്ടുവരുന്ന ചാർജിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്തുകൊണ്ടാണ് ടെസ്റ്റ് ചാർജായിട്ട് നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇങ്ങനെ ഇത് നോക്കിയോ, അതായത് ഞാൻ ടെസ്റ്റ് ചാർജിനെ പറ്റി ഒന്ന് എഴുതാമേ. അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അതിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുന്നത്. ടെസ്റ്റ് ചാർജ്. അതെന്തിനാണ് ഈ ടെസ്റ്റ് ചാർജ് എടുക്കുന്നത്? ഇപ്പം ഞാൻ ഈ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഒരു 100 കൂളംബ് ചാർജാണെന്ന് വിചാരിച്ചു. ഞാൻ ഈ 100 കൂളംബ് ചാർജിൻ്റെ ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വേറൊരു 100 കൂളംബ് ചാർജ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേഞ്ച് ഇത്രയും കാണും. ഇതിൻ്റെയും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആ ചാർജിൻ്റെ അത് 100 കൂളംബ് തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും എന്താണ്? അത്രയും തന്നെ റേഞ്ച് കാണും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? എക്സാക്റ്റ് ആയിട്ട് ഇതിൻ്റെ എഫക്റ്റ്, കാരണം ഇവരുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവൻ്റെ എഫക്റ്റ്, ഇതിൻ്റെ മണ്ടയ്ക്കുള്ള എഫക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജ്. ആ ടെസ്റ്റ് ചാർജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടെസ്റ്റ് ചാർജ് വളരെ ചെറിയ ചാർജാണ്. അപ്പോൾ ഇപ്പം ഈ 100 കൂളംബ് ചാർജിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു 1 കൂളംബ് ചാർജിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കറിയാം 1 കൂളംബ് ചാർജിന് വലിയ ഇലക്ട്രിക് ഫീൽഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് Q1 Q2ൻ്റെ മണ്ടയ്ക്കും Q2 Q1ൻ്റെ മണ്ടയ്ക്കും ഫോഴ്സ് കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരെണ്ണം ഇവിടെ വലിയ ചാർജാണ്, 100 കൂളംബാണ്. അപ്പോൾ 100 കൂളംബിൻ്റെ മണ്ടയ്ക്ക് ഫോഴ്സ് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ചാർജ് ഒന്നുമല്ല ഇത്. അപ്പം ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ഫോഴ്സാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആരുടെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവൻ്റെ മണ്ടയ്ക്ക് ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്, അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. തിരിച്ച് ഫോഴ്സ് അനുഭവപ്പെടത്തില്ല. കാരണം എന്താ? ഇവൻ വളരെ ചെറിയ ചാർജാണ്. ഈ ചെറിയ ചാർജിന് ഈ വലിയ ചാർജിനെ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ടെസ്റ്റ് ചാർജായിട്ട് 100 കൂളംബിനെ ഉപയോഗിച്ചാലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ എഫക്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതിനെയാണ് യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുക. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യൂണിറ്റ് ടെസ്റ്റ് ചാർജിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്മോൾ ചാർജ്. ഇറ്റ് ഈസ് എ സ്മോൾ ചാർജാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും 1 കൂളംബാണ്. അതേപോലെ തന്നെ ഓൾവേസ് പോസിറ്റീവാണ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാറ് എടുക്കാറില്ല, ഓൾവേസ് പോസിറ്റീവാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഈ ടെസ്റ്റ് ചാർജിനെ എടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഒരു ചാർജിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കാൻ വേറെ വലിയ ചാർജ് എടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കും. പക്ഷേ ടെസ്റ്റ് ചാർജാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടെസ്റ്റ് ചാർജിന് മറ്റേ ചാർജിൻ്റെ മണ്ടയ്ക്ക് ഫോഴ്സ് കൊടുക്കാൻ കഴിവില്ല, നെഗ്ലിജിബിൾ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ആരുടെയാണോ എഫക്റ്റ് കണ്ടുപിടിക്കുന്നത് ആ ആളുടെ എഫക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെസ്റ്റ് ചാർജിൻ്റെ മണ്ടയ്ക്ക് അനുഭവപ്പെടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവിടെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഞാൻ ഇതിന് താഴോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പറയാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഒരു ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നൊരു ചാർജ്, സ്മോൾ ക്യൂ എന്ന് പറഞ്ഞ് വേണമെങ്കിലും എടുക്കാം, സീനില്ല. ഇതിൻ്റെ എഫക്റ്റാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു R ഡിസ്റ്റൻസ് ദൂരെ ഞാനൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചു. ഇത് യൂണിറ്റ് ടെസ്റ്റ് ചാർജ്, വളരെ ചെറിയ 1 കൂളംബുള്ള ചാർജാണ്. ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതിനെ ടെസ്റ്റ് ചാർജ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്യാപിറ്റൽ ക്യൂ ഈ ടെസ്റ്റ് ചാർജിന് മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E = ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. വരുന്ന ചാർജിൻ്റെ മണ്ടയ്ക്ക് കൊടുക്കുന്ന ഫോഴ്സ്, ആര് കൊടുക്കുന്ന ഫോഴ്സ്? നമുക്ക് ആരുടെയാണോ എഫക്റ്റ് കണ്ടുപിടിക്കുന്നത് ആ ചാർജ് വരുന്ന ടെസ്റ്റ് ചാർജിന് മണ്ടയ്ക്ക് കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴെ വരുന്നത് ഇൻകമിങ് ചാർജാണ്, അതിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നാണ് പറയുന്നത്. ടെസ്റ്റ് ചാർജാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിൻ്റെ ക്യൂവും ഇവിടെ നമ്മൾ സ്മോൾ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ക്യാപിറ്റൽ ക്യൂ എന്നാക്കിയത്. മനസ്സിലായോ?
സ്മോൾ ക്യൂ എന്ന് കരുതിയാൽ മതി. അതപ്പം അതാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പാണ്. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും കൂടാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, ന്യൂട്ടൺ പെർ കൂളമ്പാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതിയിടുക. അഭിരാം എഴുതിയായിരുന്നോ? അഭിരാം ഓക്കെ അല്ലേ? യെസ് സർ. ഓക്കെ. ലോയിസ് എഴുതിയായിരുന്നോ? Yes, sir. ഓക്കെ. ഏബലിന് എങ്ങനെയുണ്ട്? ഏബൽ ഓക്കെ ആണോ? ഓക്കെ. ഏഞ്ചലീന, ഡെബ്രിയ ഒക്കെ ഓക്കെ ആണോ? യെസ് സർ. Yes, sir. ഓക്കെ, ഫൈൻ. ഇനിയും അടുത്ത ഒരു ടോപ്പിക്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ F/Q എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ് E = F/Q. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ F E × Q എന്നൊക്കെ എടുക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കോളൂ. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഓക്കെ. ഒരു പോയിൻ്റ് ചാർജ് മുഖാന്തരമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ പോയിൻ്റ് ചാർജിനെ ക്യാപിറ്റൽ Q ആയിട്ട് അങ്ങ് എടുക്കാം, സ്മോൾ Q ആയിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ പോയിൻ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കറിയാം ഇനി പോലെ അങ്ങോട്ടേക്ക് എന്ത് കൺസെപ്റ്റ് കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ചാർജിൻ്റെ സഹായമില്ലാതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് ചാർജിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇവനാണ് ടെസ്റ്റ് ചാർജ്. ആ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. അപ്പം ഉറപ്പായിട്ടും ഈ ഒരു ഡിസ്റ്റൻസ് വന്നപ്പോഴത്തേക്കും ഈ ക്യാപിറ്റൽ Q ഈ ടെസ്റ്റ് ചാർജിൻ്റെ മണ്ടയ്ക്ക് ഈ ഡയറക്ഷനിലോട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് തുടങ്ങി, റിപ്പൽഷൻ നടന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അവർ തമ്മിലുള്ള കൂളോംബിക് ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എടുക്കാം? F = 1/4πε0 ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡ് ബൈ എന്തെന്നെടുക്കാം? R² എന്നെടുക്കാം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് = F/Q ആണ്. അപ്പം ഈ എഫിൻ്റെ ഇക്വേഷനെ ഇവിടോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/4πε0 ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡ് ബൈ R² ഹോൾ ഡിവൈഡ് ബൈ Q. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഈ Q ഇതിൻ്റെ ഡിനോമിനേറ്ററിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1/4πε0 ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡ് ബൈ സ്മോൾ Q R² എന്ന് വരുന്നു. Q കട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 ക്യാപിറ്റൽ Q ഡിവൈഡ് ബൈ R². ആരുടെ ഇലക്ട്രിക് ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിക്കേണ്ട ചാർജ് ഡിവൈഡ് ബൈ R² ആണ് വരുന്നത്. ഇതിപ്പം എനിക്ക് Q വെച്ചിട്ട് വേണമെങ്കിലും എഴുതാം, ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, സ്മോൾ Q വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. E = 1/4πε0 Q ഡിവൈഡ് ബൈ R² ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പം ഈ Qൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതിന് അർത്ഥം. ഓക്കെ ആണല്ലോ? എപ്പോഴും ആലോചിച്ചോണം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പം F/Q ആണ്. ആ താഴെ എഴുതിയിരിക്കുന്ന Q എന്ന് പറയുമ്പം വരുന്ന ടെസ്റ്റ് ചാർജാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഈ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഇലക്ട്രിക് ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ Q ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. കൺഫ്യൂഷൻ ആവരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കുക.
ഓക്കെ, എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്ക് കൂടെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോലെ, ഇപ്പം ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ പോലെയല്ല, ഒരു സണ്ണിൻ്റെ റേസ് റേഡിയേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. റേഡിയലാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ആദ്യം എഴുതാം. ഇമാജിനറി ലൈൻസ് around imaginary lines around a charge in which a positive charge tend to move ഇതാണ്. അപ്പം നമുക്ക് ആദ്യം ഞാനൊരു ഇൻഡിവിജ്വൽ ചാർജ് എപ്പോഴും സ്പെരിക്കലാണ് കേട്ടോ. ഒരു ഫുട്ബോൾ പോലെ കൺസിഡർ ചെയ്താൽ മതി. ഒരു പോസിറ്റീവ് ക്യൂ എന്ന് പറയുമ്പോൾ ഒരു ഫുട്ബോളാണ്. അത്രയും വലുതല്ല, മനസ്സിലായോ? ചെറിയ, അതായത് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു ഫുട്ബോൾ സ്പെരിക്കലാന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും സൂര്യകിരണം പോലെ, സൺറൈസ് പോലെ പുറത്തേക്കായിരിക്കും. ഇത് ലക്ഷക്കണക്കിന് റേസ് ഉണ്ട് കേട്ടോ, ലക്ഷക്കണക്കിന് ഇതുണ്ട്. ഞാനിപ്പം 2 ഡയമെൻഷനിലായിട്ട് മാത്രമേ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, 3 ഡയമെൻഷനിലാണിത്. അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫുട്ബോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക, അതിലോട്ട് മുട്ടുസൂചി എവിടെയൊക്കെ കുത്തിക്കയറ്റി വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം മുട്ടുസൂചി കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു ചാർജിൻ്റെ പുറത്തോട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇറ്റ് ഈസ് ആക്ടിങ് റേഡിയലി ഇൻവേർട്സ് ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ അകത്തേക്കായിരിക്കും ആക്ട്. നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇതൊരിക്കലും ഒരു 2 ഡയമെൻഷനലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല, ഇത് 3 ഡയമെൻഷനലാണ്. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു, ഒരു ഫുട്ബോൾ നിങ്ങളുടെ മനസ്സിൽ കൺസിഡർ ചെയ്യുക, അതിൽ 90 ഡിഗ്രിയിൽ കുറേ മുട്ടുസൂചികൾ, എവിടൊക്കെ മുട്ടുസൂചികൾ 90 ഡിഗ്രി കുത്തിവെക്കാമോ അങ്ങനെ കുത്തിവെക്കുക. അപ്പോൾ എങ്ങനെയാണോ ആ മുട്ടുസൂചികൾ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ചാർജിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തോട്ടും അകത്തോട്ടും ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും ഒക്കെ. ഓക്കെ ആണല്ലോ? അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ചാർജിൻ്റെ, ഇതും ഇൻഡിവിജ്വലാണ്, ഇതും എന്താണ്, ഇതും ഇൻഡിവിജ്വലാണ്. രണ്ടും ഇൻഡിവിജ്വൽ ചാർജുകളാണ്. ഇൻഡിവിജ്വൽ ചാർജ്, ഇതും ഇൻഡിവിജ്വൽ ചാർജാണ്. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. അപ്പം ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്തടുത്ത് വരുവാണെങ്കിൽ നോക്കിയോ. അപ്പം ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്തടുത്ത് വരുവാണെങ്കിൽ നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു റേഡിയേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ മൈനസ് ചാർജിൻ്റെ ശരിക്കും ഇങ്ങോട്ടേക്ക് റേഡിയേറ്റ് ചെയ്ത് അകത്തോട്ട് വരുന്നുണ്ട് ആ ഭാഗത്തെ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് ഇങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങനെ അങ്ങോട്ട് വലിക്കും. അതായത് ഇങ്ങനെ പോകുന്ന സാധനത്തിനെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ട് then ഇങ്ങനെ ആക്കും. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു റേഡിയേഷൻ പോകുന്നുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് ഇവൻ്റെ നെഗറ്റീവ് റേഡിയേഷൻ മീൻസ് റേഡിയലി പോകുന്നതാണ് കേട്ടോ, റേഡിയേഷൻ അല്ല, ഫീൽഡ് ലൈൻസ്. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജിൻ്റെ ഈ സൈഡിൽ ഇങ്ങോട്ട് കയറി വരിക. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, കണ്ടോ, നെഗറ്റീവ് ചാർജിൻ്റെ ഈ സൈഡിൽ ഇങ്ങോട്ടും പോസിറ്റീവ് ചാർജിന് ഇങ്ങോട്ടുമാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇതങ്ങോട്ട് വലിച്ച് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. അത് രണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും. നോക്കിയോളൂ, ഇത് ഇങ്ങനെ വരയ്ക്കാം നമുക്ക്, ഇങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ അങ്ങ് വലിച്ച് തന്നെ ഇങ്ങനെയാക്കും. അതേപോലെ തന്നെ ഇങ്ങനെ അടുത്തതും ഇങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാവും. ഇങ്ങനെ അടുത്തതും ഇങ്ങനെ, പിന്നെ ഇങ്ങനെ വരയ്ക്കേണ്ട, പിന്നെ ഇങ്ങനെയും, പിന്നെ ഇങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു. അത് ബാക്കിയൊക്കെ ഇങ്ങോട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ പോകുന്ന സാധനമാണ് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ പോകുന്നു. താഴെ അതേപോലെ തന്നെ താഴെ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഇല്ലേ. ഇവിടെ അതേപോലെ തന്നെ ഇങ്ങനെ അകത്തോട്ട് കയറി വരികയാണ്. ഇവിടെ ഇങ്ങനെ അകത്തോട്ട് കയറി വരുന്നു, ഇവിടെ നിന്ന് അകത്തോട്ട് കയറി വരുന്നു ഇങ്ങനെ. ബാക്കി നോർമലി ഇവിടെ പിന്നെ എല്ലാം എന്താ നോർമലായിരിക്കും, കാരണം ഇവിടെ അട്രാക്ഷൻ ഒന്നും കാണില്ല, അവിടെ ഒരു ഇൻട്രാക്ഷൻ ഒന്നും കാണത്തില്ല അല്ലേ. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. കണ്ടോ, ഇങ്ങനെ
ഇങ്ങനെ ആയിരിക്കും അതിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിലാണെന്ന് പറയാവേ. ഓ സോറി, ഇത് ഞാൻ ആരോ തെറ്റിച്ചു പോയത്. എൻ്റെ ഇവിടുത്തെ ആരോ നേരെ തിരിച്ചാണ്, കാരണം വെളിയിലോട്ടല്ലേ വരുന്നത്. ഇവിടെ ഇങ്ങനെ പുറത്തോട്ട്, ഇങ്ങനെ പുറത്തോട്ട്, ഇങ്ങനെ പുറത്തോട്ട്. പോസിറ്റീവിൽ നിന്നെല്ലാം പുറത്തോട്ടാണ്, നെഗറ്റീവിലെല്ലാം അകത്തോട്ട്. അങ്ങനെ വരച്ചാൽ മതി. ഇനി 2 നെഗറ്റീവ് ചാർജ് അടുത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്നും കൂടെ നോക്കാം. ഇതിൽ 2 പോസിറ്റീവ് ചാർജ് ആയിക്കോട്ടെ. 2 പോസിറ്റീവ് ചാർജ് അടുത്ത് വന്നാൽ നോക്കിയേ, ഇവിടുത്തെ ഒരു സാധനം ഇങ്ങനെ പോവും, ഇവിടുത്തെ ഒരു സാധനം ഇങ്ങനെ പോവും. അപ്പം രണ്ടും എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷൻ വന്ന് ഇത് റിപ്പൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടെ നിന്ന് പോകുന്ന സാധനം, ഇവിടെ നിന്ന് പോകുന്ന ഫീൽഡ് ലൈൻസ് രണ്ട് ഇങ്ങനെ അങ്ങോട്ട് വളയും. ഇവിടെ നിന്ന് പോകുന്ന ഫീൽഡ് ലൈൻ രണ്ട് ഇങ്ങനെ അങ്ങോട്ട് വളയും. അതേപോലെ അടുത്തത് രണ്ട് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ അങ്ങോട്ട് വളയുന്നു. ഇതിങ്ങനെ വന്നിട്ട് രണ്ട് ഇങ്ങനെ അങ്ങോട്ട് വളയുന്നു. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഇവിടെ ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുക? ഇങ്ങനെ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റിപ്പൽ ചെയ്യാണ്. അതേ സംഭവം തന്നെ ഇങ്ങോട്ടും. ഇതിങ്ങനെ പോകുന്നു, ഇത് ഇങ്ങനെ പോകുന്നു, ഇത് ഇങ്ങനെ പോകുന്നു, ഇത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ പോവാണ്. പിന്നെ ഈ സൈഡിലെ മാത്രം എന്താ? ഈ സൈഡിലെ മാത്രം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് എന്താണ്? പിന്നെ നോർമൽ രീതിയിലായിരിക്കും വരിക ഇങ്ങനെ. കാരണം അവർക്ക് വലിയ ഇൻട്രാക്ഷൻ അനുഭവപ്പെടത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ബാക്കി പുറത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബാക്കി എന്താണ്? ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇതാണ് 2 പോസിറ്റീവ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പടം വരയ്ക്കാനൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളതാണേ. വരച്ചായിരുന്നോ? ഡേബ്രിയ വരച്ചോ? ഡേബ്രിയ? യെസ് സർ. ഏബൽ വരച്ചായിരുന്നോ? ഓക്കെ, ഒറ്റ ടോപ്പിക് കൂടെ എഴുതിക്കോട്ടെ. ഒറ്റ ടോപ്പിക് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാമേ. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതങ്ങ് എഴുതിയിട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ ആദ്യം പറയാനുള്ളത്, നമുക്കറിയാലോ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോസിറ്റീവിലാണ്, എൻഡ് ചെയ്യുന്ന നെഗറ്റീവാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ്. അടുത്ത ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ല. ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് ഫിഗർ കാണിച്ചിട്ട് ഈ പോയിൻ്റ് അങ്ങ് എഴുതിയെടുത്തോ. പിന്നെ ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ചാർജ് ഫ്രീ റീജിയൻ. അതേപോലെ തന്നെ two field lines will never intersect. Two field lines will never intersect each other. അതേപോലെ തന്നെ field lines are parallel in uniform electric field. Field lines are parallel in uniform electric field. Uniform electric field. അടുത്തത് tangents at any point gives the
ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതേപോലെ തന്നെ നോ ഫീൽഡ് ലൈൻസ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഗീവ്സ് intensity of electric field. Number of electric field lines gives intensity of electric field lines. Electric field lines. എന്താണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതൊന്ന് ഈ പോയിന്റ് എഴുതി ഇടുക. ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്ലോസ്ഡ് കണ്ടക്ടർ ഈസ് 0. ഓക്കെ കുഞ്ഞുങ്ങളെ, എന്നാൽ നമുക്കിങ്ങനെ അങ്ങ് നിർത്താം ഇന്നത്തെ ക്ലാസ്. ഓക്കെ, നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ